ആദ്യത്തെ ചോദ്യം, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ ബട്ട് ദി മാഗ്നിഫിക്കൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. വൈ ഡിഡ് ദ ബോയ് സേ സോ? അതായത് വീടും പറമ്പും മുത്തച്ഛൻ്റെ സ്വന്തമായിരുന്നു, എന്നാൽ അതിഗംഭീരമായ ആ വയസ്സിന് ആൽമരം എൻ്റേതായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ബാലൻ അപ്രകാരം പറഞ്ഞത്? ദി ബോയ് സെഡ് സോ ബിക്കോസ് ഹിസ് ഓൾഡ് ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് ക്ലൈംബ് ദ ട്രീ. അതായത് പ്രായമായ മുത്തച്ഛന് മരത്തിൽ കയറാൻ കഴിയാത്തതിനാലാണ് കുട്ടി അങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദി സ്ക്വറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയായിരുന്നു അണ്ണാൻ ബാലന്റെ ചങ്ങാതിയായി തീർന്നത്? ദി ബോയ് ഗേവ് ദി സ്ക്വറൽ പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. ഹിസ് ഫ്രണ്ട്ലി അപ്രോച്ച് ടുവേർഡ്സ് ദി സ്ക്വറൽ മെയ്ഡ് ഇറ്റ് ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്. കുട്ടി അണ്ണാന് കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിരുന്നു. അണ്ണാനോടുള്ള കുട്ടിയുടെ സൗഹൃദപരമായ സമീപനമാണ് അതിനെ കുട്ടിയുടെ സുഹൃത്താക്കി മാറ്റിയത്. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് ദി ഫ്രണ്ട്സ് ഓഫ് ദി സ്ക്വറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? അതായത് ഒരു മനുഷ്യനുമായുള്ള അവന്റെ ചെങ്ങാത്തത്തെക്കുറിച്ച് അണ്ണാന്റെ കൂട്ടുകാർ എന്ത് കരുതി? അവയെ അങ്ങനെ ചിന്തിപ്പിക്കുവാൻ നിർബന്ധിച്ചത് എന്തായിരിക്കാം? ദി സ്ക്വറൽ വാസ് വെരി യങ്. ഹിസ് ഫ്രണ്ട്സ് തോട്ട് ദാറ്റ് ഹി വാസ് ഡിസൊബീഡിയന്റ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. They thought that it was a dangerous friendship as humans were often unfriendly to them. അതായത് അണ്ണൻ വളരെ ചെറുപ്പമായിരുന്നു. ഒരു മനുഷ്യനെ വിശ്വസിച്ചതിന് അവൻ അനുസരണക്കേടും വിഡ്ഢിയുമാണെന്ന് അവന്റെ സുഹൃത്തുക്കൾ കരുതി. മനുഷ്യർ തങ്ങളോട് സൗഹൃദപരമല്ലാത്തതിനാൽ അത് അപകടകരമായ സൗഹൃദമാണെന്ന് അവർ കരുതി. അടുത്ത ചോദ്യം, ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ? ആൽമരം കായ്ക്കുന്ന കാലത്ത് അതൊരു ശബ്ദായനമായ സ്ഥലമാകുന്നത് എങ്ങനെയായിരുന്നു? During the fig season, all kinds of birds flocked into its branches to eat the fruit. They often quarreled over fruits, making the place very noisy. അതായത് ആൽമരം കായ്ക്കുന്ന കാലത്ത് എല്ലാത്തരം പക്ഷികളും പഴങ്ങൾ തിന്നാൻ അതിൻ്റെ ശാഖകളിലേക്ക് കൂട്ടം കൂടി പറന്നു വരും. അപ്പോൾ പഴങ്ങളുടെ പേരിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാകുമായിരുന്നു. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? ബാലൻ എങ്ങനെ വസന്തകാലത്തെ സ്വയം ആവേശഭരിതമാക്കി? He built a platform halfway up the banyan tree and made it a comfortable resting place. He spent his time there reading books and enjoying the sights below when it was very hot. ആൽമരത്തിന്റെ പകുതിയോളം മുകളിലേക്ക് ഒരു ചെറിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അവിടെ ഒരു സുഖപ്രദമായ വിശ്രമ സ്ഥലമാക്കി മാറ്റിയെടുത്തിരുന്നു. ചൂടുള്ളപ്പോൾ താഴെയുള്ള കാഴ്ചകൾ ആസ്വദിച്ചും പുസ്തകങ്ങൾ വായിച്ചും അവനവിടെ സമയം ചെലവഴിച്ചു. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ഇൻസിഡന്റ് ദാറ്റ് ട്രിഗർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെന്റ് ഫോർ ഇൻ സമ്മർ? വസന്തകാലത്ത് ബാലനിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ആവേശമുണർത്തിയ സംഭവത്തിന് പ്രാരംഭമിട്ടത് എന്തായിരുന്നു? ദി ബോയ് ഹാപ്പൻ ടു സീ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ആൻഡ് എ മംഗൂസ് കമ്മിങ് ഫേസ് ടു ഫേസ് ആൻഡ് ഫൈറ്റിംഗ് ഇൻ എ ക്ലിയറിംഗ് ബെനീത്ത് ദ ബനിയൻ ട്രീ. ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു കൂറ്റൻ കറുത്ത മൂർഖനും ഒരു കീരിയും മുഖാമുഖം വരുന്നതും യുദ്ധം ചെയ്യുന്നതും കുട്ടി കാണാനിടയായി. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദി കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പോണന്റ്? വെർ ദേ ട്രൂ വാരിയേഴ്സ്? മൂർഖൻ തന്റെ എതിരാളിയെ കരുതിയിരുന്നത് എപ്രകാരമായിരുന്നു? അവർ യഥാർത്ഥ പോരാളികളായിരുന്നുവോ? ദി കോബ്ര റിഗാർഡഡ് ഹിസ് ഒപ്പോണന്റ് ആസ് എ വെരി ഗുഡ് ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ്. യെസ്, ദേ വെർ ട്രൂ വാരിയേഴ്സ്. മൂർഖൻ തന്റെ എതിരാളിയെ വളരെ നല്ല പോരാളിയായും മിടുക്കനായും അക്രമകാരിയായും കണക്കാക്കി. അതുകൊണ്ട് അവർ യഥാർത്ഥ പോരാളികളായിരുന്നു. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദി സ്നേക്സ് ബൈറ്റ്? പാമ്പിന്റെ കടിയിൽ നിന്നും കീരി എങ്ങനെ രക്ഷപ്പെട്ടു? The mongoose bushed his tails. The long hair on its spine stood up. The thickness of his hair protected him from the snake's bite. കീരി തന്റെ വാൽ വിടർത്തി. അതിന്റെ നട്ടലിലെ നീണ്ട മുടി എഴുന്നേറ്റ് നിന്നു. തലമുടിയുടെ കനം അവനെ പാമ്പിന്റെ കടിയിൽ നിന്നും രക്ഷിച്ചു. അടുത്ത ചോദ്യം, ദി കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ. പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. മൂർഖൻ ഒരു നല്ല പോരാളിയായിരുന്നു. അവന്റെ യുദ്ധതന്ത്രങ്ങളിലൊന്ന് എടുത്തു പറയുക. ദി കോബ്ര stood on the defensive, swaying slowly from side to side, trying to mesmerize the opponent into marking a false move. മൂർഖൻ തന്റെ പ്രതിരോധത്തിൽ തന്നെ നിന്നു. വശങ്ങളിൽ നിന്നും വശങ്ങളിലേക്ക് പതുക്കെ ആടി തെറ്റായ നീക്കം അടയാളപ്പെടുത്താൻ എതിരാളിയെ മയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അടുത്ത ചോദ്യം, ദി mongoose proved that he was clever. Can you cite any instance of his cleverness? താൻ ബുദ്ധിമാനാണെന്ന് കീരി തെളിയിച്ചു. അവന്റെ ബുദ്ധി സാമർത്ഥ്യത്തിന് തെളിവായി ഒരു ഉദാഹരണം പറയൂ. When the cobra rushed at the mongoose swiftly, the mongoose jumped neatly to one side and darted in as swiftly as the cobra. He gave a bite on the back of the cobra and darted away. മൂർഖൻപാമ്പിന്റെ അടുത്തേക്ക് അതിവേഗം പാഞ്ഞെടുത്തപ്പോൾ കീരി ഭംഗിയായി ഒരു വശത്തേക്ക് ചാടി. പാമ്പിനെ പോലെ വേഗത്തിൽ അകത്തേക്ക് പാഞ്ഞു. മൂർഖൻ പാമ്പിന്റെ മുതുകിൽ ഒരു കടി കൊടുത്ത് ഓടിപ്പോയി.
അടുത്ത ചോദ്യം, വാട്ട് വെയർ ദ റിയാക്ഷൻസ് ഓഫ് ദി സ്പെക്ടേറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? മൂർഖൻ കീരിയെ ആക്രമിച്ചപ്പോൾ കാഴ്ചക്കാരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? ദി സ്പെക്ടേറ്റേഴ്സ് ഹേർഡ് themselves at the cobra, but they collided heavily in midair. They shrieked at each other and returned to the cactus plant. കാണികൾ മൂർഖന് നേരെ പാഞ്ഞു, എന്നാൽ അവ ആകാശത്ത് വെച്ച് ശക്തമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അവർ പരസ്പരം ആക്രോശിച്ചുകൊണ്ട് കള്ളിച്ചെടിയിലേക്ക് മടങ്ങി. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദി ക്രോ പുഷ് ഇറ്റ്സെൽഫ് ഇൻ ടു ട്രബിൾ? കാക്ക സ്വയം എങ്ങനെ കുഴപ്പത്തിൽ ചാടി? While attempting to attack the cobra, the birds missed their mark. The crow, while trying to pull up itself in midair and turn back, was struck by the cobra. The crow was thrown about 20 feet across the garden and it lay there dead. മൂർഖൻ പാമ്പിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ പക്ഷികൾക്ക് അടയാളം തെറ്റി. കാക്ക വായിലൂടെ മുകളിലേക്ക് പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മൂർഖൻ പാമ്പിൽ ഇടിച്ചു. കാക്ക 20 അടിയോളം തോട്ടത്തിന് കുറുകെ തെറിച്ചുപോയി ചത്തുകിടന്നു. അടുത്ത ചോദ്യം, വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? മൈന ബുദ്ധിമതിയാണെന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ട്? ഓൺ സീയിങ് ദ ട്രാജിക് എൻഡ് ഓഫ് ദ ക്രോ, ദ മൈന ഡിസൈഡഡ് ടു സ്റ്റോപ്പ് അറ്റാക്കിംഗ് ദ കോബ്ര. ഇറ്റ് റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ് വാച്ചിങ് ദ ഫൈറ്റ്. കാക്കയുടെ ദാരുണമായ അന്ത്യം കണ്ട മൈന മൂർഖനെ ആക്രമിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചു. അത് കള്ളിച്ചെടിയിൽ പോരാട്ടം വീക്ഷിച്ചുകൊണ്ടിരുന്നു. അടുത്ത ചോദ്യം, ഹൂ വോൺ ദ ബാറ്റിൽ? വാട്ട് മേഡ് ദ മൈന പെയർ ഇൻടു ദ ബുഷസ്? ആര് പോരാട്ടത്തിൽ ജയിച്ചു? കുറ്റിച്ചെടികൾക്കുള്ളിലേക്ക് ഉറ്റുനോക്കുവാൻ മൈനയെ നിർബന്ധിച്ചതെന്ത്? ദി മംഗൂസ് വോൺ ദ ബാറ്റിൽ. ദി മൈന വാസ് നോട്ട് ഷുവർ അബൌട്ട് ദ ഡെത്ത് ഓഫ് ദ കോബ്ര, സോ ഇറ്റ് പെയർഡ് ഇൻടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. കീരി യുദ്ധത്തിൽ വിജയിച്ചു. മൂർഖൻ പാമ്പിന്റെ മരണത്തെക്കുറിച്ച് മൈനയ്ക്ക് ഉറപ്പില്ലായിരുന്നു. അങ്ങനെ അത് സുരക്ഷിതമായ ദൂരത്ത് നിന്ന് കുറ്റിക്കാട്ടിലേക്ക് നോക്കി. അടുത്ത ചോദ്യം, വാട്ട് പ്രിവെന്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിംഗ് ദ മംഗൂസ്? കീരിയെ ഇണക്കുന്നതിൽ നിന്നും മുത്തച്ഛനെ തടഞ്ഞത് എന്തായിരുന്നു? He knew well that a wild mongoose was more useful to keep away the snakes than a domesticated one. പാമ്പുകളെ അകറ്റാൻ വളർത്തുമൃഗങ്ങളെക്കാൾ ഉപകാരപ്രദം കാട്ടുകീരിയാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അടുത്ത ചോദ്യം, why would grandmother forgive the mongoose for stealing the eggs? കീരി മുട്ട മോഷ്ടിച്ചത് മുത്തശ്ശി ക്ഷമിച്ചത് എന്തുകൊണ്ട്? Grandmother knew well that the mongoose kept away the snake from the house, so she ignored the theft of the mongoose. പാമ്പുകളെ വീട്ടിൽ നിന്നും അകറ്റുന്നത് കീരിയാണെന്ന് മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കീരിയുടെ മോഷണം മുത്തശ്ശി അവഗണിച്ചു. അടുത്ത ചോദ്യം, who was the new friend of the squirrel? How did they enjoy their friendship? ആരായിരുന്നു അണ്ണാന്റെ പുതിയ ചങ്ങാതി? അവർ അവരുടെ സൗഹൃദം എങ്ങനെ ആസ്വദിച്ചു? A white rat that grandfather had bought from the bazaar was a new friend of the squirrel. They enjoy their friendship by going off together on little excursion among the branches. അപ്പൂപ്പൻ ചന്തയിൽ നിന്ന് വാങ്ങിയ ഒരു വെള്ള എലിയാണ് അണ്ണാന്റെ പുതിയ സുഹൃത്ത്. ശാഖകൾക്കിടയിൽ ചെറിയ ഉല്ലാസയാത്രകൾ നടത്തി അവർ സൗഹൃദം ആസ്വദിച്ചു. അടുത്ത ചോദ്യം, how did the boy come to know that the squirrel was building a nest? അണ്ണൻ കൂട് നിർമ്മിക്കുന്ന കാര്യം ബാലൻ എങ്ങനെ മനസ്സിലാക്കി? The boy found pieces of straw and grass in his pockets. The grandmother's lost knitting and needle were found in a hole. Thus he came to know that the squirrel was building a nest. കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് വൈക്കോലും പുല്ലും കണ്ടെത്തി. മുത്തശ്ശിയുടെ നഷ്ടപ്പെട്ട നെയ്ത്തും സൂചിയും ഒരു പൊത്തിൽ നിന്നും കണ്ടെത്തി. അങ്ങനെയാണ് അണ്ണൻ കൂട് പണിയുന്നു എന്നറിഞ്ഞത്. അടുത്ത ചോദ്യം, what was the wonder that nature had kept for them in the nest? അണ്ണാന്റെ കൂട്ടിൽ പ്രകൃതി അവർക്കായി കരുതിയ അതിശയം എന്തായിരുന്നു? 3 white baby squirrels for the grey squirrel. ചാരനിറമുള്ള അണ്ണാന് 3 വെള്ള നിറമുള്ള അണ്ണാൻ കുഞ്ഞുങ്ങൾ.